അങ്ങനെ അതും നടന്നിരിക്കുന്നു. ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു. ഹമാസ് നേതാക്കളുമായി ഖത്തർ നടത്തുന്ന മധ്യസ്ഥ ശ്രമത്തിൻ്റെ ഭാഗമായുള്ള ചർച്ചയ്ക്ക് ഇടയിൽ ഇസ്രായേൽ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. പതിവ് പോലെ അറബ് രാജ്യങ്ങളും UN-ഉം ഇതിൽ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അപലപിച്ചിട്ടുമുണ്ട്. രണ്ടും ലോകഗതിയെ മാറ്റിമറിക്കുന്ന വലിയ സംഭവങ്ങളൊന്നുമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെ ജനവാസ കേന്ദ്രത്തിൽ ബോംബിട്ട് അവർക്ക് വേണ്ടി തന്നെ നടത്തുന്ന ഒരു ചർച്ചയിലെ മധ്യസ്ഥന്മാരെ കൊല്ലാൻ ശ്രമിക്കുന്നത്, പക്ഷേ ലോകത്ത് ആർക്കും ഒരു വിഷമവും തോന്നുന്നില്ല. അതിൽ പല ഇസ്രായേലിനോട് യാതൊരു വിരോധവും ആർക്കുമില്ല. ഇത് കേട്ട മാത്രമേ ഓരോരുത്തരുടെയും അഭിപ്രായത്തിൽ നിന്ന് അത് മനസ്സിലാവും. കാരണം അത്രമേൽ കഠിനമാണ് അവർക്കിടയിലുള്ള ഇസ്ലാമോഫോബിയ എന്ന് കാണാം. ഇസ്ലാമോഫോബിയ തലക്ക് പിടിക്കാത്ത ഓരോരുത്തർക്കും ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ ജനനിബിഡമായ ജനവാസ കേന്ദ്രത്തിൽ മറ്റൊരു രാജ്യം കടന്നു കയറി ആക്രമണം നടത്തുക എന്നുള്ളത് ഏത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അംഗീകരിക്കാനാവുക എന്ന ചിന്ത പോലും ഇല്ലാതെയാണ് ഇസ്രായേലിന് ഈ സമയത്തും സപ്പോർട്ട് കൊടുക്കുന്നത് ചിലർ. ഇവിടെ ഇതിൽ നടുക്കം രേഖപ്പെടുത്തിയ അറബ് രാജ്യങ്ങളും UN-ഉം അവരുടെ പ്രകടനത്തിൽ നമുക്ക് അതിശയമൊന്നുമില്ല. പക്ഷെ ഈ അറബ് രാജ്യങ്ങൾക്കും UN-ഉം ഒഴികെ ലോകത്തുള്ള മിക്കവർക്കും ഒരുവിധം ചിന്താശേഷിയുള്ള ലോക രാഷ്ട്രീയ വ്യവഹാരങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം ഇത് ഒട്ടും തന്നെ അപ്രതീക്ഷിതമല്ല എന്ന കാര്യം. കാരണം ഇസ്രായേലിൻ്റെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും നിരീക്ഷിച്ചിട്ടുള്ള ഓരോരുത്തർക്കും അറിയാം ഇതിൽ യാതൊരു അതിശയോക്തിയുമില്ല, യാതൊരു അത്ഭുതവുമില്ല ഈ ആക്രമണത്തിൽ എന്ന് കാണാം. കാരണം ഇസ്രായേലിൻ്റെ ചരിത്രം അതാണ് അവരുടെ നേച്ചർ, അവരുടെ ഘടന അതാണ്. അവരങ്ങനെ ചെയ്യൂ, അവർക്ക് അങ്ങനെ ചെയ്യാനാവുകയുള്ളൂ. 15 ഫൈറ്റർ ജെറ്റുകളും 10 സോഫിസ്റ്റിക്കേറ്റഡ് സൈനികോപകരണങ്ങളും ഉപയോഗിച്ച് ഒരൊറ്റ ലക്ഷ്യം ഉദ്ദേശിച്ച് ചെയ്ത ആക്രമണത്തിൽ ഹമാസിന്റെ 6 പേർ മരിച്ചതായി അവർ സമ്മതിക്കുന്നുണ്ട്. അവരുടെ നേതാക്കൾക്ക് ആർക്കും പരിക്കില്ല, അവർക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ 6 പേർക്ക് ജീവഹാനി നേരിട്ടതായി അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഒരു ഖത്തറിന്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനും മരിച്ചതായി കേൾക്കുന്നു. 35 പേർക്ക് ജീവഹാനി നേരിട്ടതായും മറ്റൊരു വാർത്ത കേൾക്കാനുണ്ട്. ഏതായാലും അതല്ല ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ഇത്ര പച്ചയായി ഇത്ര നികൃഷ്ടമായി ആക്രമിക്കുക, എന്നിട്ട് അവർക്ക് ന്യായീകരിക്കാൻ വകയുണ്ടായിരിക്കുക, ഇത് വലിയ ആശ്ചര്യം തന്നെയാണ്. അതായത് അമേരിക്കയുടെ ബേസ് അവിടെ ഉണ്ടായത് കൊണ്ട് അമേരിക്കക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് നെതന്യാഹു പറയുന്നുണ്ടെങ്കിലും ട്രംപ് പറയുന്നത് അതിനെക്കുറിച്ച് ഖത്തറിന് വിവരം കൊടുക്കാൻ വൈകിപ്പോയി എന്നാണ്. എത്ര ഹാസ്യാത്മകമായ വിശദീകരണങ്ങളാണ് ഒരു ആഗോള നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ട്രംപിൻ്റെ സന്ദർശന വേളയിൽ അദ്ദേഹത്തിന് വിലയുയർന്ന അത്യാധുനിക രീതിയിലുള്ള ഒരു വിമാനം സമ്മാനമായി ഖത്തർ നൽകിയത്. അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് ഖത്തറിലാണുള്ളത്. ഇതൊക്കെ ഉണ്ടായിട്ടും, ഇത്ര പരമാധികാര സ്വതന്ത്ര സ്റ്റാറ്റസ് ഉണ്ടായിട്ടും ആ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ തന്നെ ആ രാജ്യം മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു മധ്യസ്ഥ ശ്രമത്തിനിടയിൽ ഒരു വിഭാഗത്തെ കൊന്നൊടുക്കാൻ ഇസ്രായേൽ നടത്തിയ ഇത്ര നീചമായ ഒരു ആക്രമണത്തെ എന്നിട്ട് പോലും അപലപിക്കാൻ ആരുമില്ലെന്ന് കാണാം. അന്താരാഷ്ട്ര തലത്തിൽ UN-ന്റെയും അറബ് രാജ്യങ്ങളുടെയും പതിവ് അപലപനമല്ലാതെ മനുഷ്യത്വമുള്ള ഒരാൾക്ക് പോലും ഇതിനെ ഒന്ന് അപലപിക്കാൻ പോലും തോന്നുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ആശ്ചര്യകരമായ വശം.
അറബ് യു എസ് ബന്ധത്തിൻ്റെ, അറബ് രാജ്യങ്ങളും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ട്രംപ് പ്രതികരിച്ചിട്ടുള്ളത്, വിവരം അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ബേസുകൾ അവിടെ ഉള്ളതിൻ്റെ പേരിൽ വിവരം അറിയിച്ചിരുന്നു ഇസ്രായേൽ. പക്ഷേ അതിൽ ഖത്തറിനെ അറിയിക്കാൻ വൈകിപ്പോയി. മാത്രമല്ല നെതന്യാഹുവിൻ്റെ പ്രസ്താവനയുമുണ്ട്, ഇത് പൂർണ്ണമായും ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണമാണ്, അമേരിക്കക്കോ മറ്റു രാജ്യങ്ങൾക്കോ ഇതിൽ യാതൊരു പങ്കുമില്ല, ഇസ്രായേൽ പൂർണ്ണമായും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നാണ് ആ അഭിമാനത്തോടെ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ലോകത്ത് അറബ് ജനതയ്ക്ക് മാത്രം മനസ്സിലാവുന്ന ചില രാഷ്ട്രീയങ്ങളുണ്ട്. റെസ്റ്റ് ഓഫ് ദ വേൾഡ്, അറബ് ജനതയ്ക്ക് പുറത്തുള്ള ലോകത്തിന് മനസ്സിലാവുന്ന ചില രാഷ്ട്രീയങ്ങളുമുണ്ട്. ഇസ്രായേലിനെ കുറിച്ച് ഏതായാലും ഇതുവരെയായിട്ടും അറബികൾക്ക് വേണ്ട വിധത്തിൽ മനസ്സിലായിട്ടില്ല, ഇനി മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുമില്ല. ഈ അവസ്ഥയിലാണ് അറബികളുടെ ആ ഗ്രൂപ്പിൽ GCC രാജ്യങ്ങളിൽ ഒരു പ്രധാന രാഷ്ട്രമായ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ സജീവമായി ക്രിയാത്മകമായി അതിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രത്തിനുമേൽ ഇസ്രായേൽ ഇതേപോലെ ഈ രീതിയിൽ നീചമായ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്. പക്ഷേ അപലപിക്കാൻ ഇസ്രായേലിൻ്റെ ആ പതിവ് ശൈലിയല്ലാതെ മറ്റൊരു നിർണായകമായ ഒരു അപലപനമോ ഒരു അഭിപ്രായമോ കേൾക്കാനായിട്ടില്ല, കേൾക്കാൻ കഴിയുമെന്ന് തോന്നുന്നുമില്ല. മാത്രമല്ല അറബ് രാജ്യങ്ങൾ വിചാരിച്ചാൽ ഇതിന് പ്രതികാരം ചെയ്യാനുമാവില്ല എന്ന് വ്യക്തമായി അറിയാവുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ. അറബികൾ കൂട്ടിയാൽ ഒന്നും കൊള്ളില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ആകെയുള്ളത് ഇറാനാണ്, ഇസ്രായേലിനെ അല്പമെങ്കിലും വിറപ്പിക്കാനായ ഏക രാജ്യം ഈ ഭൂമുഖത്ത്. മറ്റ് രാജ്യങ്ങൾക്ക് കഴിയാഞ്ഞിട്ടല്ല, അവരതിന് കൂട്ടാക്കില്ല. ആ ഇറാനാവട്ടെ സുന്നി അറബ് രാജ്യങ്ങളുടെ നിതാന്ത ശത്രുവാണ്. എന്നും അവർക്കിടയിൽ ശത്രുതയാണ്, അവർക്കൊരിക്കലും യോജിപ്പില്ല. മിക്ക അറബ് ഗൾഫ് സംഘർഷങ്ങളുടെയും കേന്ദ്രബിന്ദു ഇസ്രായേലും അതിൻ്റെ പോളിസികളുമാണെങ്കിലും അറബികൾക്കുള്ള ശത്രുത ഇറാനോടാണ്. ഇസ്രായേലിനോടുള്ളതിനേക്കാൾ ശത്രുത എന്ന് കൂടി പറയാം അറബികൾക്ക് ഇന്നും ഇറാനോടാണ്. അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും മറ്റ് പശ്ചാത്തലങ്ങളുമുണ്ട്. അതിലേക്ക് കടക്കുന്നത് ഇവിടെ ആവശ്യമല്ലാത്തത് കൊണ്ട് കടക്കുന്നില്ല. ഏതായാലും ഇസ്രായേലിൻ്റെ ഈ ആക്രമണം അറബ് ജനതയെ, ലോക ജനതയ്ക്ക് കാര്യമായിട്ടൊന്നും ഇസ്രായേലിനെ കുറിച്ച് പുതുതായി അറിയാനില്ല എന്നിരിക്കെ അറബ് ജനതയ്ക്ക് ഉണർവ് നൽകുന്ന ഒന്നായി തീരട്ടെ ഈ ആക്രമണം എന്ന് നമുക്ക് ആശിക്കാം. ഈ ആക്രമണം ഇനി തുടരാതിരിക്കട്ടെ എന്നും ഇരിക്കുമെന്നും പ്രത്യാശിക്കാം, വലിയ പ്രതീക്ഷയോടെ അല്ലെങ്കിലും. ഏതായാലും അറബ് ജനത അവരുടെ രക്ഷകനായ അമേരിക്കയോട് പറഞ്ഞ് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഏറ്റവും നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇനിയും പുതിയ സംഭവ വികാസങ്ങൾ മധ്യ പൗരസ്ത്യ ദേശത്ത് നിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. പക്ഷെ അത് ഏറ്റവും മോശമല്ലാത്ത ശുഭകരമായ കാര്യങ്ങളായിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇസ്രായേലിൻ്റെ ദോഹ ഖത്തർ ആക്രമണം അറബ് അമേരിക്കൻ ബന്ധത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒന്നും ബാധിക്കില്ല, ഒന്നും സംഭവിക്കില്ല എന്ന് വേണം ഇതേവരെയുള്ള ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള നയതന്ത്ര ഡെവലപ്മെൻറ്റുകൾ കാണുമ്പോൾ പറയാനാവുക. അതായത് അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേൽ തൂത്തെറിഞ്ഞാലും അറബ് അമേരിക്കൻ ബന്ധത്തിൽ യാതൊരു വിള്ളലും ഏൽക്കുകയില്ല എന്ന് സാരം. കാരണം അത്രമേൽ ദൃഢമാണ് അവർക്കിടയിലുള്ള ബന്ധം. അതൊരു സാമ്രാജ്യം സാമന്ത ബന്ധം തന്നെയാണ് എന്ന് കാണാം. അറബ് സാമന്ത രാജാക്കന്മാരുടെ സാമ്രാജ്യവും ചക്രവർത്തിയുമാണ് അമേരിക്കയും അതിൻ്റെ പ്രസിഡന്റും എന്നുള്ളത് ഏറെക്കാലമായിട്ടുള്ള, അതായത് കൊളോണിയൽ കാലത്തിന് ശേഷമുണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റമാണെന്ന് കാണാം.
അർത്ഥത്തിൽ അമേരിക്കയുമായിട്ടുള്ള അറബ് ബന്ധങ്ങളിൽ ഈ സംഭവം യാതൊരു ഉലച്ചിലും ഉണ്ടാക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം.